ഹലോ, ടാറ്റിക് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിദേശ പഴവർഗ്ഗ ചെടിയായ ചെമ്പടാക്കിനെയാണ്. ഇതിപ്പം കൃഷി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലധികം പ്രചാരത്തിലായിട്ടില്ല. എന്നാലും വിദേശത്തൊക്കെ, അതായത് ഇന്തോനേഷ്യയിൽ, ഫിലിപ്പീൻസിൽ, തായ്ലൻഡിൽ, മലേഷ്യയിലൊക്കെ നല്ല പ്രചാരമുള്ള ഒരു കൃഷിയാണ്. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഇത് ഉണ്ടാവും എന്നുള്ളതിന് നമുക്ക് ഉറപ്പായല്ലോ. ഉണ്ടാവില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു. ഞങ്ങളിതൊരു കൗതുകത്തിന് വാങ്ങി നട്ടതാണ്. 4 വർഷമായി. 3 വർഷമായപ്പോൾ തന്നെ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള പഴമാണ്. നമ്മൾക്കിപ്പോൾ ശരീരഭാരം കുറക്കാൻ, അതിനാണല്ലോ ഇപ്പോൾ ആൾക്കാർ വളരെ കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ അതിനും ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് പറയുന്നു. പിന്നെ അതുപോലെ വൈറ്റമിൻസ്, ഫൈബർ, ആൻറ്റി ഓക്സിഡുകൾ, ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള പഴമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ടാവും. ഏകദേശം ഒരു പ്ലാവിൻ്റെ ഒരു സിമിലാരിറ്റി ഉള്ള ഒരു മരമാണ്. ഇലകൾക്ക് വ്യത്യാസമുള്ളൂ. ചക്ക മൂത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മുള്ളൊക്കെ പരന്ന് വരും. അപ്പോൾ ഇത് 2 ചക്കയാണ് ഇവിടെ കായ്ച്ചത്. അപ്പോൾ അത് മൂത്ത് വരാനൊരു 5 മാസം എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ച് എന്നും നോക്കി ഏകദേശം ഇത്രയും സമയം എടുത്തു മൂത്ത് വരാൻ. അപ്പം ഇവിടെ വലിയൊരു കീടബാധയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നല്ല പരിചരണം കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കാം 3 വർഷം കൊണ്ട് തന്നെ കായ്ച്ചിട്ടുണ്ട്. നമുക്കേതായാലും ഇതൊന്ന് പറിച്ച് നോക്കാം. ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടും കിളി കൊത്തി. കിളികളാണല്ലോ, അവരുടെ ഭക്ഷണം വേഗം കണ്ടെത്തുമല്ലോ. അപ്പോൾ ഏതായാലും മറ്റേതും കൂടെ പറിച്ചെടുത്തു. അതുകൊണ്ട് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തോരനൊക്കെ സൂപ്പറാട്ടോ, നല്ല ടേസ്റ്റിയാണ്. പിന്നെ കുരു ഇതിന് ചക്കൻ്റെ ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ട്. നല്ല കുരു കുറച്ച് വലിപ്പമുണ്ട്. ചക്ക തന്നെ ഏകദേശം നല്ല ടേസ്റ്റുമാണ്, നല്ല മണമാണ്. അപ്പം ഒരുപാടൊന്നും ചുളട്ടില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു കൈപ്പത്തിൻ്റെ അളവിലാണ് ഈ ചക്കൻ്റെ വലിപ്പം, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതിലുള്ള ചുള ഇപ്പോൾ നമുക്ക് എടുത്ത് വെക്കണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ പെട്ടെന്നൊന്നും അഴുകി പോകുമൊന്നുമില്ല. ചക്ക കുറച്ച് ദിവസം സൂക്ഷിക്കാനൊക്കെ പറ്റുന്ന സാധനം തന്നെ. നല്ല ടേസ്റ്റ്, എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല മധുരവും ഒക്കെ ഉള്ള ഇതാണ്. നല്ലൊരു ഫ്രൂട്ടാണ്. അപ്പോൾ നല്ല ആരോഗ്യ ഗുണമൊക്കെ ഉള്ള ഈ ഒരു ചെടി കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും നട്ട് വളർത്താനായിട്ട് നോക്കണം. നമുക്ക് നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ച് എടുത്ത് കഴിക്കാൻ, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കഴിയുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പഴവർഗ്ഗ ചെടികളും പച്ചക്കറികളും പൂക്കളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.